ഗൈസ് സമയം 11:59. ഇപ്പം 12 മണിയാവേ. ഞാൻ ഇത്ര ഇപ്പോഴും എൻ്റെ വയസ്സ് 21. എൻ്റെ കുട്ടിക്കളിയൊന്നും മാറുന്നില്ല ഗൈസ്. 12 മണിയായി, 12 മണിയായി. എന്താണ് കാര്യം എന്നല്ലേ, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ ജനിച്ച ദിവസമാണ്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. നാളെ രാവിലെ കണ്ണൊക്കെ പോയി. നാളെ രാവിലെ അമ്പലത്തിൽ പോകണം. സോ ഞാൻ കിടന്നുറങ്ങട്ടെ. ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. നാളെയല്ല, ഇന്ന് തന്നെ കാണാം. സോ ഇതെൻ്റെ ബർത്ത്ഡേ പൈജാമാസാണ്. ഇതിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഹലോ ഗായ്സ്, ഞാനിപ്പം എൻ്റെ ബർത്ത്ഡേ അടുത്ത് വരുവാണ്. അപ്പം ഞാൻ ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പുറത്തോട്ട് വന്നു. ഇന്നത്തെ ഡേറ്റ് June 6 ആണ്. അപ്പം നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാനൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ എണീച്ചു. ഇപ്പം ഒരു 5 o'clock എണീച്ചു. എക്സാമിന് പോലും ഇത്രയും നേരത്തെ എണീക്കാറില്ല. പക്ഷേ എന്താ, എനിക്ക് ബർത്ത്ഡേ സമയം ഞാൻ അറിയാണ്ട് കണ്ണുറക്കും. ചിലപ്പോൾ എക്സൈറ്റ്മെൻ്റ് അതുകൊണ്ടായിരിക്കാം. രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തുമ്മൽ ഇത് വന്ന്, പക്ഷെ പോയി, കുഴപ്പമില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെയും ബർത്ത്ഡേ ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ട്വിൻസാണ്. അപ്പം അവനെന്നെ ക്യാമറയിലൊന്നും വരാറില്ല. കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ട് തരാം. സോ ലെറ്റ്സ് സീ ബർത്ത്ഡേ എങ്ങനെ പോകുന്നു. ഞാൻ രാവിലെ എണീറ്റു, അമ്പലത്തിലോട്ട് പോവാണ്. അപ്പം കം വിത്ത് മീ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് നന്നായിട്ട് ബർത്ത്ഡേ ആയിട്ട് തൊഴാൻ പറ്റി. നാളെ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? നാളെ ഗോപുരത്തിൻ്റെ അഭിഷേകമാണ്, കുംഭാഭിഷേകം. എത്ര വർഷങ്ങൾക്ക് ശേഷം? ഗൈസ്, എനിക്ക് നല്ലൊരു ബ്ലസ്ഡ് ഫീലിംഗ് ഉണ്ട്. കാരണം നന്നായിട്ട് തൊഴാൻ പറ്റും. നന്നായിട്ടെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് തൊഴാൻ പറ്റി. അതിന് ഒരു സമാധാനമുണ്ട് എനിക്ക്. എന്താ ഒരു ഭാഗ്യം ഇന്ന് എനിക്ക് കിട്ടും. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി നോക്കാം. എൻ്റെ മുത്തും നുനും കസിൻസൊക്കെ വരും എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് നോക്കാം അവർ വീട്ടിൽ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്. ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ആണോ? വന്ന് വീഴോ? ഓക്കെ, ഇതാണ് ഔട്ട്ഫിറ്റ്. ഈ ഒരു കുർത്ത, പക്ഷെ കുർത്ത അവിടെ കയറ്റിയില്ല. ഞാനൊരു മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അത് വേറെ കാര്യം. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതിങ്ങനെ കിടക്കുന്നതായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതേപോലെ മുണ്ട് ഉടുത്ത് ധോത്തി ഉടുത്തിട്ടാണ് പോയത്. ഓക്കെ, നമുക്ക് അതിനകത്ത് ഫോൺ അങ്ങനെയൊന്നും കയറ്റിക്കൂടാ. അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത. കുറേ അച്ഛനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇട്ടത്. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു മണ്ഡപമാണ്, കല്യാണ മണ്ഡപം. കൊള്ളാമല്ലേ? എനിക്ക് ഇങ്ങനത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗൈസ്, ഞാൻ വീടെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി കേക്ക് മേടിക്കാനായിട്ട് പോകണം. ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം കേക്ക്, പണ്ടൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ സമയത്ത് ഞാൻ കേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ലൈക്ക് ഞാൻ കേക്കിന് അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതുകൊണ്ട് നമുക്ക് കേക്ക് ഇനി വേണം ഓർഡർ ചെയ്യാൻ. പ്രീ ഓർഡർ ചെയ്തില്ല. ആക്ച്വലി എല്ലാ പ്രാവശ്യവും പ്രീ ഓർഡർ ചെയ്യുന്നതാണ്. പ്രാവശ്യം അമ്മ ബേക്ക് ചെയ്യും. അപ്പോൾ അമ്മയുടെ സൈഡിൽ നിന്നൊരു കേക്ക് കാണും, അല്ലാണ്ട് ഒരു കേക്ക് മേടിക്കാനുള്ള പരിപാടി. സോ ലെറ്റ്സ് ഗോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് പോവാം. സോ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പിന്നെ വെജിറ്റബിൾ കറിയുമാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഉച്ചത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ വീട്ടിൽ മേടിച്ചു കൊടുത്തിട്ട് കേക്ക് ഷോപ്പിൽ പോയി. അപ്പോഴത്തേക്ക് കേക്ക് ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ലൈമൊക്കെ അടിച്ച് വന്നപ്പോൾ കേക്ക് ഷോപ്പ് തുറന്നു. കേക്കൊക്കെ പെട്ടെന്ന് എടുത്തു തീർന്നു. അവരെല്ലാം ബേക്ക്ഡ് ആയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മളെ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞു കേക്കിൻ്റെ കാര്യം. ഗൈസ്, അങ്ങനെ പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. ചിറ്റ താഴെ ഇരിക്കുകയാണ്. എന്തിനാണ് വന്നത്? ഇവിടെ ചുമ്മാ ഒരു രസത്തിന്
ഹായ്, മുത്തിനെ നിങ്ങൾ വ്ളോഗിൽ ആദ്യമായിട്ട് കാണാം. കാരണം മുത്ത് എപ്പോഴും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കൊച്ചാണ്. ഹായ് മുത്തേ. അപ്പോഴത്തേക്കും ലഞ്ച് ടൈമായി. ഞങ്ങൾ എല്ലാവരും താഴെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിച്ചു. ബട്ടർഫ്ലൈ നമ്മള് ബർത്ത്ഡേ ആയിട്ട് എവിടെ പോവാണ് നുനു? പൊന്മുടി. ഞങ്ങൾ പൊന്മുടി പോവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പൊന്മുടിയിലോട്ട് പോവാണ് ഗൈസ്. നമ്മള് പൊന്മുടി പോയപ്പോ അവിടെ ക്ലോസ് ആയി കേട്ടാ. അപ്പൊ അവിടെ പോവാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മളൊരു ഈ സെന്ററുടെ അവിയും ഉണ്ട്. വലിയ കാര്യത്തിൽ പൊന്മുടി എല്ലാരെയും വിളിച്ചോണ്ടെന്ന് വെച്ച് പൊന്മുടി ക്ലോസ് ആയിപ്പോയി ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണ്. കുഴപ്പമില്ല. നിങ്ങൾ കേക്ക് എടുത്തായിരുന്നേ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എവിടെയെങ്കിലും വെച്ച്. ജസ്റ്റ് ചെറിയൊരു പ്രശ്നം. കേക്കൊള്ളാമോ അബി? ഗൈസ്, ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഇത്ര നാണം കാണിക്കുന്നത് എന്തിനാണ്? ഫീൽ ഫ്രീ. ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്. സോ ഗൈസ്, കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ നല്ല, ഞങ്ങളാണെങ്കിൽ വലിയ കാര്യത്തിൽ പൊന്മുടി പോയപ്പം അവിടുത്തെ സമയമൊക്കെ കഴിഞ്ഞ് 4 മണി വരെ ഉള്ളൂ. ഞങ്ങൾ പോയപ്പം 4:30 പറഞ്ഞ് കേട്ടത്തില്ല പൊയ്ക്കോ എന്നൊക്കെ. ഇതെന്താ ട്രീ ആണ്? കൊക്കോ. എവിടെ കണ്ടില്ല? ആ ശരിയാ. പിന്നെ അപ്പോഴത്തേക്ക് ടീ ടൈം ആയി. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ടീ ഒക്കെ കുടിച്ചു. പക്ഷെ കടി കിട്ടിയില്ല. നമുക്ക് എവിടെ പോവാം? വീട്ടിൽ പോവാൻ നേരെ. ഇവിടത്തെ പരിപാടികളെല്ലാം തീർന്നു. എല്ലാരും പരിപാടി എത്തുന്നില്ല, ചുമ്മാ കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ നമുക്കൊരു ചൂട് ബജ്ജി കിട്ടണമെങ്കിൽ നിർത്താം. ബജ്ജി കിട്ടിയില്ല, നല്ല ചൂട് പഴംപൊരി. നമുക്ക് ദേവ് തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ. വലിയ ബോക്സിലൊക്കെയാണ് തന്നത്. എനിക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. സോ ഗൈസ്, നമുക്ക് അഭി തന്ന ഗിഫ്റ്റ് എന്താന്ന് ഓപ്പൺ ചെയ്യാം. ഓരോ ആൾക്കാരുടെ ഗിഫ്റ്റ് എവിടേക്കോ വെച്ച് ഓപ്പൺ ചെയ്യണം. സത്യം പറഞ്ഞാൽ എവിടേക്കായിരുന്നു പോലും എനിക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. സാധാരണ അഭി എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് തരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ സർപ്രൈസ് ആണ്. ഈ വാട്ട്സ് ഇൻ ഇറ്റ് ഞാൻ നോക്കൂലേ? നിങ്ങൾ കണ്ടോ? എന്താ? ഞാൻ കണ്ടില്ല. എന്താ ഇത്? പീരിയഡ് ഹീറ്റിംഗ് പാഡ് ആൻഡ് മസാജർ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. കംഫർട്ട് യുവർ ടഫസ്റ്റ് ഡേയ്സ്. കാരണം ഒട്ടുമിക്ക എല്ലാവർക്കും അതിൻ്റെ ഹാർഡായിട്ടുള്ള ഡേയ്സ് പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. പീരിയഡ്സ് സംതിങ് ലൈക്ക് വി കാണ്ട് ലൈക്ക് എന്താ പറയുക, നമുക്ക് ഒന്ന് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ വയറ് അങ്ങനത്തെ ഒരു സംഭവമാണ് പീരിയഡ്സ്. അപ്പം എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ഞാൻ ഇൻസൈഡൊക്കെ. സോ താങ്ക് യു അബി എന്നെ മനസ്സിലാക്കിയതിന്. ഇത് നുനു തന്ന ഒരു ബർത്ത്ഡേ കാർഡാണ്. ഇത് നുനു പറഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് വായിക്കണം എന്നാണ്. പക്ഷെ ഞാൻ വായിച്ചില്ല. ഞാൻ വായിക്കാം.
സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഫ്രണ്ട്സിനോട് പോവും, കറങ്ങാൻ പോവും, അതൊക്കെ ചെയ്യും. അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് മേക്ക് ഇറ്റ് സിമ്പിൾ എന്നൊരിതിൽ. അതുകൊണ്ട് ഫുൾ ഫാമിലി, എപ്പോഴും ഞാൻ ഫാമിലിയോടല്ല ഫ്രണ്ട്സിനോടാണ് എൻ്റെ ബർത്ത്ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഫാമിലിയോട് ചുമ്മാ ഒരു ഡേ സ്പെൻഡ് ചെയ്തു. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.